നീ ഇവളെ അങ്ങ് ഡിലീറ്റ് ചെയ്തല്ലേ? ഇത് വെച്ച് താമസിപ്പിച്ച ശരിയാവില്ല. മാഡം, ഗീതികയെ കൊണ്ടുവന്നിട്ടുണ്ട്. You have done to this college 8 years of goodwill. പേരും പെരുമയും ഒക്കെ നശിപ്പിച്ചു. നിന്നെപ്പോലൊരു നൊട്ടോറിയസ് സ്റ്റുഡന്റ് കാരണം നാട്ടുകാരും രാഷ്ട്രീയക്കാരും മീഡിയക്കാരും ഒക്കെ ചേർന്ന് ചവിട്ടി മെതിക്കുക കോളേജിന്റെ റെപ്യൂട്ടേഷൻ. Don't you feel ashamed to stand like this before me? No, we don't want back to this college. Notorious criminal. കൊണ്ടുപോ നിന്റെ മെഡലും ട്രോഫിയും എല്ലാം. നേടിത്തന്ന ഒക്കെ മതി. ഇനി ഈ കോളേജുമായി ബന്ധപ്പെട്ട് നിന്റെ പേര് കേട്ടുപോരുത്. ജസ്റ്റ് ക്ലിയർ ഓഫ്. നോ നോ ചെറിയൊരു തലവേദന. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അച്ഛനൊരു പെയിൻ കില്ലർ തരാം. 10 മണിക്കാ. 9:30 റെഡിയാകണം. ചേച്ചിയെ വിളിക്കണ്ടേ? മനുഷ്യനെ മെനക്കെടുത്ത്. ഹലോ ഹലോ, അപർണയെ ഒന്ന് വിളിക്കാവോ? ഞാൻ അപർണയുടെ ഫാദറാ, മഹേന്ദ്രൻ. മൊബൈലിൽ കിട്ടുന്നില്ലേ? ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാ. എഴുന്നേറ്റ് കാണത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മൊബൈലിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. മാഡം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാ. പ്ലീസ്. ആ ശരി ശരി.
സംഗീതത്തിന്റെ മോളെവിടെ? അവൾ എണീറ്റിട്ടില്ല. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരിക്കും നമ്മുടെ ഉറക്കം കെടുത്താൻ. ഒന്ന് വിളിക്ക്. നിന്റെ അച്ഛൻ വിളിക്കുന്നു. എന്തോ അത്യാവശ്യമാണെന്ന്. നിന്റെ അച്ഛൻ വിളിക്കുന്നെന്ന്. എന്തോ അത്യാവശ്യമാണെന്ന്. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറ. അവൾ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളും. അവിടെ ഒരു ഉറക്കം. എണീക്ക്. നിന്റെ അച്ഛൻ ഇത്ര രാവിലെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണുമല്ലോടാ. അത്യാവശ്യം ഉണ്ടല്ലോ. എന്താടി പ്രശ്നം? ഇന്ന് കോടതിയാ. പറയാൻ പോകുന്നത്? സത്യം പറയാതിരിക്കാനും മൊഴി മാറ്റി പറയാനും എനിക്കറിയില്ല. ചേച്ചിയെ കിട്ടിയില്ലേ? അവൾ ഇങ്ങോട്ട് വിളിക്കും. വാർഡൻ പറഞ്ഞു. മോളെന്തിനാ ടെൻഷനാവുന്നു? മോളെ, മോളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അവിടെ മോൾ എന്തു പറഞ്ഞാലും ഞങ്ങൾക്കാർക്കും ഒരു വിഷമവും ഇല്ല. എന്നാലും ഞാൻ എന്താ അച്ഛാ പറയേണ്ടത്? നുണ പറയരുതെന്നല്ലേ അച്ഛനും അമ്മേനെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നുണ പറയാം, അല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമുക്ക് ഉറപ്പില്ലല്ലോ അച്ഛാ. ഹലോ ഹലോ ഹലോ. ഇന്നാണ്, അറിയാമല്ലോ. അങ്ങനെ മറന്നു കളയാൻ പറ്റിയ കാര്യമല്ലല്ലോ അച്ഛാ. ഞങ്ങൾ അതുവഴി വരട്ടെ, ഒരു 9:45 ആകുമ്പോൾ? വേണ്ട, ഞാൻ എത്തിക്കോളാം. അതുവഴി തന്നെയല്ലേ ഞങ്ങൾക്കും പോകേണ്ടത്. ഒരുമിച്ച് പോകാം. ഒരുമിച്ച് പാട്ടും പാടി പോവാൻ നമ്മൾ പിക്നിക്കിനൊന്നും അല്ലല്ലോ അച്ഛാ പോകുന്നേ. ഞാൻ വരുമായിരുന്നു, അച്ഛനും മോളും മാത്രമായിരുന്നെങ്കിൽ. ഞാൻ എത്തിക്കോളാം. അത് കഴിഞ്ഞ് കോളേജിലൊരു അസൈൻമെന്റ് ഉണ്ട്, പ്രസ് ക്ലബിലും പോകണം. നിത്യം ഉണ്ടാവും കൂടെ. ശരി ശരി. നമ്മൾ അതുവഴി ചെല്ലാമെന്ന് പറഞ്ഞു. അവളങ്ങോട്ട് വന്നോളാവുന്നു. ഒന്നും ഉണ്ടാക്കണ്ട, അവിടെ അടുത്തൊരു കോഫി ഹൗസ് ഉണ്ട്, അവിടുന്ന് കഴിക്കാം. ഇതെന്താ? പായസം. എന്താ, ഇഷ്ടമല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെ?
50 കഴിഞ്ഞു. മോളും ഓർത്തില്ലല്ലേ? പക്ഷേ അപ്പൊ മറന്നിട്ടുണ്ടാവില്ല, അതുറപ്പാ. എല്ലാം ഇത്ര കണ്ടങ്ങ് മാറി മറിഞ്ഞില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടിയപ്പോ ഇവിടെ എന്തൊരു ബഹളമായിരുന്നേനെ. അച്ഛനെ മുടിപ്പിച്ച് കൈ തന്നേനെ മക്കള്. എന്നാലും ഇന്ന് വേണ്ടായിരുന്നു. വേണം. തിരിച്ചെത്തുമ്പോ എനിക്ക് ചിലപ്പോ Everything is fine? Yes, madam. ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതാ മീഡിയ ഇത്രയും കാടിളക്കി വന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഡൽഹി വിറപ്പിച്ചിട്ടുള്ള വരവ്. കപിൽ ഭാർഗവയെ മുട്ടുകുത്തിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? പുലിയല്ലയോ? റെസ്പോൺസ് ഒക്കെ ഇതുപോലെ ഇമ്മിണി വലിയ വക്കീലന്മാരുടെ കിട്ടിയാലല്ലേ ന്യൂസ് വാല്യൂ. സമയമായി. I think he is very interested to have a chat with you. അപ്പോൾ ശരി. ഒൻപത് മണി ചർച്ചകളിൽ ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ സ്റ്റുഡിയോ ഫ്ലോറുകളിലിരുന്ന് അംഗം വെട്ടിയ ഒരു പാരമ്പര്യമാണ് നമ്മൾ തമ്മിൽ. പക്ഷേ ട്രീസ് അങ്ങ് ഡൽഹിയിലും ഞാൻ ഈ പാവം തിരുവനന്തപുരത്തുമാണേ. ഓ തന്നെ നമ്മളും തിരുവനന്തപുരമൊക്കെ തന്നെ സാറേ. ഇവിടെ വെട്ടുതുറ കോളനിയിലായിരുന്നു ഞങ്ങളുടെ പഴയ കളിസ്ഥലം. പറഞ്ഞു വന്നത് നമ്മുടെ രണ്ടുപേരുടെയും തിണ്ണ തിരുവനന്തപുരം തന്നെ. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദ കേസ്. താങ്ക് യു. വിഷ് യു ദ സെയിം. മിസ്റ്റർ മുകുന്ദമേനോനല്ലേ? അതെ. ബാറൊക്കെ പൂട്ടി വെറും ബിയറും വൈനുമായിട്ട് നിൽക്കുന്നതിന്റെ ടെൻഷനിലല്ലേ? അതിനിടയിൽ ഇങ്ങനെ ഒരു തലവേദന. ശരി, കാണാം. ഉത്തരങ്ങൾ ഉറച്ചു പറയണം. ഈ കേസിന് ആസ്പദമായ സംഗതികൾ ഗീതികയ്ക്ക് അറിയാമോ എന്ന്? അറിയാം. ലൗഡർ. ഉപ്പ നേരത്തെ വന്നായിരുന്നു? വരാതെ പറ്റില്ലല്ലോ. ഹോസ്റ്റലിൽ നിന്നാണോ വരുന്നത്? അതെ. വരൂ, നമുക്ക് അകത്തേക്ക് നിൽക്കാം. ഇന്ന് ഇവള് പറയുന്ന മൊഴി പോലിരിക്കും നമ്മുടെ ഭാവി, അല്ലേ വക്കീലേ? നിങ്ങൾ കുടുംബക്കാർക്ക് ഇവിടെ മനസ്സുമാറ്റാൻ കഴിയാത്തത് കഷ്ടമാണ്. തന്തയുടെ മോളല്ലേ, അങ്ങനെ വരത്തുള്ളൂ.
ചേച്ചി ചേച്ചി ഞാൻ പിന്നെ കോളേജിലേക്കൊന്നും പോയിട്ടില്ല. വീട്ടില് എനിക്ക് ചേച്ചിക്ക് എന്നെ വേണ്ടേ? വീട്ടില് എനിക്ക് വന്നേ വാ. അനിയത്തിയും അമ്മയും അച്ഛനെയും ഒക്കെ കണ്ട് ഇമോഷണലായിട്ട് നിൽക്കാന്നറിയാം. പക്ഷെ ആ കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുമ്പോ എന്റെ ചെറുക്കനെ അങ്ങ് മറന്നു കളയരുത്. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സില്ലി ഈഗോ ക്ലാഷിന് മുന്നിൽ ജീവൻ കളയേണ്ടി വന്ന എന്റെ പൊന്നനിയനെ അറിയാലോ. അവൻ നിനക്ക് വേണ്ടിയാ പോയത്, നിനക്ക് വേണ്ടി മാത്രം. നിന്റെ അമ്മ 2 കണ്ണീരൊഴുക്കുമ്പോ ആ സത്യം മറന്നു കളയരുത്. യു ഷുഡ് സ്ട്രിക്ട്ലി സ്റ്റാൻഡ് യുവർ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ടു ദ പോലീസ്. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഗീതിക മഹേന്ദ്രൻ അല്ലേ? അതെ. എന്തിനു പഠിക്കുന്നു? എഞ്ചിനീയറിംഗ്. ഈ കേസിന് ആസ്പദമായ സംഗതികൾ ഗീതയ്ക്ക് അറിയാമോ? ഉത്തരങ്ങൾ ഉറച്ചു പറയണം. ഈ കേസിന് ആസ്പദമായ സംഗതികൾ ഗീതികയ്ക്ക് അറിയാമോ എന്ന്? അറിയാം. ലൗഡർ. അറിയാം. ഈ കേസിലെ പ്രതിയെ അറിയാമോ? ഈ നിൽക്കുന്ന സ്ത്രീ അറിയാമോ എന്ന്? പ്ലീസ് ആൻസർ ദി ക്വസ്റ്റ്യൻ. അറിയാം. എങ്ങനെ അറിയാം? എന്റെ അമ്മയാണ്. ഉറക്കെ കോടതിക്ക് കേൾക്കണം. എന്റെ അമ്മയാണ്. പറയണം. 1-2 തവണ. ഓക്കെ. കഴിഞ്ഞ നവംബർ 18-ാം തീയതി രാത്രിയാണ് നിങ്ങളുടെ വീട്ടിൽ വച്ച് ജൂഡ് സേവ്യർ കൊല്ലപ്പെടുന്നത്. നിങ്ങൾ അടുത്ത സാക്ഷി വിളിക്കും. ഓക്കെ. പ്ലീസ് ആൻസർ ദി ക്വസ്റ്റ്യൻ. അറിയാം. എങ്ങനെ അറിയാം? എന്റെ അമ്മയാണ്. ഉറക്കെ കോടതിക്ക് കേൾക്കണം. എന്റെ അമ്മയാണ്. മിസ് ട്രീസ, കുട്ടിയെ കൂടുതൽ പേടിപ്പിക്കണം. അവള് പറയട്ടെ. ജൂഡ് സേവ്യറെ അറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? അച്ഛന്റെ മ്യൂസിക് ഷോപ്പിൽ. മ്യൂസിക് ഷോപ്പിൽ? അവിടെ അച്ഛനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോഴൊക്കെ. അതിനപ്പുറം നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പമോ ബന്ധമോ ജൂഡ് സേവ്യൻ ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങളുടെ അറിവിലില്ലെന്നോ? ഇല്ലെന്നോ? ഇല്ല, എന്റെ അറിവിലില്ല. ജൂഡ് നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു. ആയിരുന്നോ? അല്ല. മരണത്തിന് മുൻപ് എത്ര വട്ടം ജൂഡ് സേവ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടാവും? പറയണം. 1-2 തവണ. ഓക്കെ. കഴിഞ്ഞ നവംബർ 18-ാം തീയതി രാത്രിയാണ് നിങ്ങളുടെ വീട്ടിൽ വച്ച് ജൂഡ് സേവ്യർ കൊല്ലപ്പെടുന്നത്, ശരിയല്ലേ? അന്നത്തെ ദിവസം ഉദ്ദേശം എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങാൻ കിടന്നത്? പറയണം. ഒരു 10 മണിയായിട്ടുണ്ടാവും. പോലീസ് റിപ്പോർട്ടിൽ ഉദ്ദേശം 10-11 മണി അടുപ്പിച്ചാവുമെന്നാണല്ലോ. അന്നേ ദിവസം ഈ കേസിലെ മെയിൻ അക്യൂസ്ഡ് ഭദ്ര മഹേന്ദ്രനെ, അതായത് ഗീതികയുടെ അമ്മയെ,
ഉറങ്ങുന്നതിന് മുൻപ് എപ്പോഴാണ് ഗീതിക അവസാനമായി കണ്ടത്? പറയൂ. 9-9:30 ആയിട്ടുണ്ടാവും. അപ്പൊ അമ്മ എന്ത് ചെയ്യായിരുന്നു? താഴെ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു. പോലീസ് റിപ്പോർട്ടിൽ എന്താണ് ഗീതികയുടെ മൊഴിയെന്നറിയാമോ? അറിയാമോ? അതായത് 11 മണിയോടെ ഗീതിക ഉറങ്ങാൻ പോകുമ്പോൾ ടെറസിൽ നനച്ചിട്ടിരിക്കുന്ന തുണികൾ തിരികെ എടുക്കാൻ പോകുന്ന അമ്മയെയാണ് കണ്ടത്. കോടതിയിൽ പറയുമ്പോൾ മൊഴി ഇങ്ങനെ മാറ്റി പറയണമെന്ന് ആരാ ഗീതികയ്ക്ക് ഉപദേശം തന്നത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. യു ക്യാൻ പ്രൊസീഡ്. കോടതിയിൽ നുണ പറയരുത്. മുമ്പ് പറഞ്ഞ സത്യവാചകം ഓർമ്മയുണ്ടല്ലോ? ജൂഡ് സേവ്യർക്ക് എന്താണ് സംഭവിച്ചതെന്നും അത് സംഭവിക്കാൻ ആരാണ് കാരണക്കാരിയെന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. ഇല്ല, എനിക്കറിയില്ല. അറിയാം. എനിക്കറിയില്ല. എന്താ സംഭവിച്ചത്? പറയൂ. ഇല്ല, എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും അറിയില്ല. മൊഴി മാറ്റി പറയുന്നോ? എന്താ സംഭവിച്ചത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? മിസ് ട്രീസ, ആ കുട്ടി പറയില്ല എന്നാണെങ്കിൽ യു ജസ്റ്റ് ലീവ് ഹർ. യുവർ ഓണർ, ഈ കുട്ടി സൈറ്റ് വിറ്റ്നസ് ആണ്. ഇവരുടെ മൊഴി കേസിന് അത്യാവശ്യമാണ്. ബട്ട് കണ്ട് യു സി, കൂറ് മാറിയിരിക്കുകയാണ് അവൾ. ഷീ ഈസ് എ ഹോസ്റ്റൈൽ വിറ്റ്നസ്. നിങ്ങൾ അടുത്ത സാക്ഷി വിളിക്കൂ. ഓക്കെ. അപർണ മഹേന്ദ്രൻ, അപർണ മഹേന്ദ്രൻ, അപർണ മഹേന്ദ്രൻ.